ലോകത്തെല്ലാം തന്നെ ഇപ്പോൾ സാറ്റലൈറ്റിൻ്റെ കാലമാണല്ലോ. സാറ്റലൈറ്റ് ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ കൃത്യമായിട്ട് ഒപ്പിയെടുത്തു. ഇപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നീല ടാർപോളിന് ഉപയോഗിച്ച് കപ്പൽ മൂടിയിട്ടേക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡ് അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ കാറും വണ്ടികളും ഒക്കെ മൂടിയിടുന്നുണ്ടല്ലേ എന്ന് പറയുന്ന പോലെ അവരുടെ അഭിമാനമായ കപ്പൽ നീല തുണി വെച്ച് മൂടിയിടേണ്ട ഒരു ഗതികേടിൽ ഈ നോർത്ത് കൊറിയ എത്തി. അപ്പോൾ ഇതിന് കാരണക്കാരാരാ? സാധാരണഗതിയിൽ റഷ്യൻ സാങ്കേതിക സഹായത്തോടെയാണ് എല്ലായ്പ്പോഴും നോർത്ത് കൊറിയ കപ്പൽ നിർമ്മിക്കുന്നത്. അതാണ് സോവിയറ്റ് കാലഘട്ടം പോലുള്ള ഒരു രീതിയാണ്. ഇപ്പോൾ അതിൽ നിന്ന് മാറി ചൈനീസ് സഹകരണത്തോടു കൂടി ഒരു നിർമ്മാണത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ ചൈന കൊടുത്ത യന്ത്രോപകരണങ്ങൾ, അതിൻ്റെ പാർട്സ്, ഇതൊക്കെ ഉണ്ടാകാം ഇതിനകത്ത്. നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നില്ല. അപ്പോൾ ചൈന എന്ന് പറയുന്നത് ഇന്ത്യയുമായുള്ള യുദ്ധത്തിൽ പലപ്പോഴും തുറന്നു കാട്ടപ്പെട്ടു. അതായത് അവരുടെ യുദ്ധോപകരണങ്ങൾ പാഴാണ്, അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ വേണ്ടത്ര മെച്ചമുള്ളതല്ല. അതുകൊണ്ട് തന്നെ ചൈനയുടെ യുദ്ധോപകരണങ്ങൾക്ക് ലോക മാർക്കറ്റിൽ തന്നെ വൻ ഇടിവുണ്ടായി. അതുപോലെ ആയിരിക്കില്ലേ ഒരുപക്ഷെ നോർത്ത് കൊറിയയ്ക്കും കൊടുത്തത്. അപ്പോൾ നോർത്ത് കൊറിയ 5000 ടണ്ണുള്ള ഒരു കപ്പൽ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ പേടിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടെയുണ്ട്. കാരണം ഇതേ ദിവസം തന്നെ അമേരിക്ക മിനിറ്റ്മാൻ 3 എന്ന് പറയുന്ന ഒരു മിസൈൽ നിർമ്മിച്ചു. ഈ മിസൈൽ ആണവ പോർമുനകൾ വഹിക്കാൻ കഴിയുന്നതാണ്. വലിയ തോതിൽ ഭീഷണി ഉണ്ടാക്കുന്നു. അപ്പോൾ ഉത്തര കൊറിയയെ ഞെട്ടിക്കാം എന്നൊക്കെയാണ് അവർ കരുതിയത്. ഇവിടെ എന്ത് ചെയ്തു? നോർത്ത് കൊറിയ അടുത്ത തീരുമാനം എടുത്തു, ഞങ്ങൾ ഒരു യുദ്ധക്കപ്പൽ നീറ്റിലേക്ക് ഇറക്കുന്നു, അമേരിക്കയെ ഞെട്ടിക്കാം. അങ്ങനെയാണ് ഈ പദ്ധതിയുമായിട്ട് രംഗത്ത് വരുന്നത്. അപ്പോൾ ചൈനീസ് സഹകരണത്തോടെ നിർമ്മിച്ച ഈ യുദ്ധക്കപ്പലിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവുകയും കപ്പൽ കൃത്യമായി നീറ്റിലിറങ്ങിയില്ല, അത് തലയും കുത്തി വീഴുകയും ചെയ്തു.